ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തിയതായി അമേരിക്ക. 2020 ജൂൺ 22-നാണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത്. ഗാൽവാനിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയതിന് 7ാം ദിവസമായിരുന്നു പരീക്ഷണം. US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിയാനോ ഇക്കാര്യം UN-ലെ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചയ്ക്കിടെയാണ് അറിയിച്ചത്. UN നിരായുധീകരണ ധാരണ സംബന്ധിച്ചുള്ള ചർച്ചകളിലാണ് US പ്രതിനിധിയുടെ തുറന്നു പറച്ചിൽ. ചൈന അടുത്ത കാലത്തൊന്നും ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല എന്ന അവകാശവാദം ശരിയല്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിയാനോ. 2020 ജൂൺ 22-നാണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത്. ഗാൽവൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഭാരതീയ സൈനികർ വീരമൃത്യു വരിച്ചതിന് തൊട്ടടുത്ത ആഴ്ചയായിരുന്നു പരീക്ഷണം. A method to decrease the effectiveness of seismic monitoring to hide their activities from the world. China conducted one such yield-producing nuclear test on June 22nd of 2020. China remains on track to have over 1,000 nuclear warheads by 2030, and Russia is supporting this buildup by helping China develop the weapons-grade fissile material necessary for its expansion. ഗാൽവൻ താഴ്വരയിലെ കടന്നുകയറ്റത്തിനെതിരെ അതിശക്തമായാണ് ഭാരത സൈന്യം പ്രതികരിച്ചത്. സ്വാഭാവികമായും ചൈനീസ് പട്ടാളത്തിന് ഭാരതത്തിന്റെ നീക്കം തിരിച്ചടിയായി എന്ന ബോധ്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല, ആധുനിക ആണവായുധങ്ങളുടെ വിന്യാസം സംബന്ധിച്ചും പുതിയ ഗവേഷണം നടത്തുക എന്ന ലക്ഷ്യവും ചൈനയ്ക്കുണ്ടായിരുന്നു. പഴയകാല സർക്കാരുകളെ അപേക്ഷിച്ച് ഗാൽവൻ താഴ്വരയിൽ സംഘർഷം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന NDA സർക്കാർ കൃത്യമായ നിലപാടെടുക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരീക്ഷണം നടന്നത് എന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.